ദിവസത്തിനു ശേഷം സമാധാന തീരത്തെത്തിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ശരിക്കും അവർ മൂന്നുപേരും. ഗാസയിലെ വെടിനിർത്തൽ കരാർ അനുസരിച്ച് റോമി ഗോനാൻ, വെന്റിനറി നഴ്സായ ഡോക്ടർ റോൺ സ്റ്റെയിൻബ്രൈച്ചർ, ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലി ദമാരി എന്നിവരെ ഇന്നലെ ഹമാസ് മോചിപ്പിക്കുകയുണ്ടായി. 2023 ഒക്ടോബർ 7-ന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അവർ ഹമാസിന്റെ പിടിയിൽ അകപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന നൂറുകണക്കിന് പേരെ അന്ന് തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. ഇന്നലെ ആരംഭിച്ച ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കാൻ കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവരെ പ്രധാനമായി മോചിപ്പിച്ചത്. അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ 33 ബന്ദികളെ മോചിപ്പിക്കുന്നതായിരിക്കും. വെന്റിനറി നേഴ്സാണ് ഡോറോൺ. ഗാസയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിക്കടുത്തുള്ള ഗിബഡ്സ് ഗഫർ ആസയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് അവരെ പ്രധാനമായും പിടികൂടിയത്. ആക്രമണം തുടങ്ങിയപ്പോൾ ഡോറോൺ വാട്സപ്പ് വഴി കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു. എന്നാൽ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ടത്. അവർ എന്നെ പിടികൂടി എന്ന നിലവിളിയാണ് വീട്ടുകാർ ലഭിച്ചിരുന്ന അവസാന സന്ദേശം. പിറകിൽ നിലവിളിയും വെടിയൊച്ചയും എല്ലാം കേൾക്കാമായിരുന്നു. ഏകദേശം 4 മാസമായി ഡോറോണിന്റെ കുടുംബത്തിന് അവർ എവിടെ എന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. സ്കൂളിൽ നാടകവും സിനിമയും പഠിച്ച അവർ മൃഗങ്ങളോട് കരുതലുള്ള വ്യക്തിയാണെന്ന് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വെറ്ററിനറി നേഴ്സായി മാറുകയായിരുന്നു. വടക്കൻ ഇസ്രായേലിലെ ഗഫർ വെറാഡിൻ സ്വദേശിയാണിവർ. നോവ ഫെസ്റ്റിവലിനിടെയാണ് അക്രമകാരികൾ ഇരിച്ചുകയറി ഇവരെ ആക്രമിച്ചത്. അക്രമം സംബന്ധിച്ചുള്ള സൂചനയുമായി സൈറൺ മുഴങ്ങിയപ്പോഴാണ് റോമി അവസാനം കുടുംബവുമായി സംസാരിച്ചത്. ആ കോളിനിടയിൽ വെടിയൊച്ച കേൾക്കാമായിരുന്നു. അതോടെ സംസാരം അവസാനിച്ചതായി റോമിയുടെ അമ്മ മീരാവ് ഓർത്തെടുത്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റോമിയെ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. റോമിയുടെ മോചനത്തിന് സഹായം തേടി അമ്മ UN മനുഷ്യാവകാശ കൗൺസിലിനെ അഭിസംബോധന ചെയ്തിരുന്നു. മികച്ച കൊറിയോഗ്രാഫർ എന്ന നിലയിൽ വളരെ പ്രശസ്തയാണ് റോമി. എമിലെ ഗിബഡ്സ് ഗഫർ അസയിൽ നിന്നാണ് ഹമാസ് പ്രധാനമായും പിടികൂടിയത്. ആക്രമണത്തിനിടെ അവരുടെ കയ്യിൽ വെടിയേറ്റിരുന്നു. ആക്രമണം നടന്നപ്പോൾ എമിലി അമ്മയ്ക്ക് ഹാർട്ട് ഇമോജി അടങ്ങിയ ഒരു ടെക്സ്റ്റ് സന്ദേശം അയക്കുകയും ചെയ്തു. അതായിരുന്നു അവർ നൽകിയ അവസാന സന്ദേശം. UK-യിലായിരുന്നു അവർ ജനിച്ചു വളർന്നിരുന്നത്. 20-ാം വയസ്സിൽ ഇസ്രായേൽ സന്ദർശനത്തിനിടെയാണ് ഭർത്താവിനെ കണ്ടെത്തിയിരുന്നതും. തുടർന്ന് ഇസ്രായേലിൽ താമസമാക്കി.